സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇസബെല്ല പോയതിനു ശേഷം ചന്ദ്രമതി വരുന്നുണ്ട്. ചന്ദ്രമതിയെ കണ്ടതും പ്രഭാവതി ചോദിക്കുന്നുണ്ട്, ആ ചന്ദ്രമതി ആയിരുന്നോ? ഞാൻ വിചാരിച്ചു എന്ന് പറയുമ്പം ആരെയാണ് വിചാരിച്ചിരുന്നതാ പ്രഭയെന്ന് ചോദിക്കുമ്പോൾ, അതല്ല, ഇസബെല്ല ഇപ്പോൾ ഇവിടെ വന്നിട്ട് പോയുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചത് ഇസബെല്ല എന്തെങ്കിലും മറന്നു വെച്ചിട്ട് എടുക്കാൻ വന്നതായിരിക്കുമെന്ന്. ആ സമയത്ത് ചന്ദ്രമതി ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, ആ ഇസബെല്ല ഇപ്പോഴും ഇവിടെ വരുന്നുണ്ടോ? നീ എന്തിനാ അതിനെ അനുവദിക്കണേ? ഞാനായിരുന്നെങ്കിൽ അവളെ തല്ലി ഓടിച്ചേനെ. എന്തായാലും ഞാൻ കാണാത്തത് അവളുടെ ഭാഗ്യം എന്നൊക്കെ പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, ചന്ദ്രമതി നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല, നന്ദൻ അവൾക്ക് വെറും ഫ്രണ്ട് മാത്രം, അല്ലാതെ വേറൊരു ബന്ധവും അവർ തമ്മിലില്ല എന്ന് പറയുമ്പോൾ, അതേ ഫ്രണ്ട് ആയതുകൊണ്ടാണല്ലോ ഹോട്ടലിൽ റൂമൊക്കെ എടുത്ത് താമസിക്കണേന്നൊക്കെ പറഞ്ഞ് ഈ ചന്ദ്രമതി നല്ലോണം ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് ദേവിക അങ്ങോട്ട് വരുന്നുണ്ട്. ദേവികയെ കണ്ടതും ചന്ദ്രമതി ആണെങ്കിൽ, ആ മോളെ ഞാനൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു, എന്തായാലും മോളിപ്പോൾ വന്നത് നന്നായി എന്ന് പറയുന്ന സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടപ്പോൾ എൻ്റെ മനസ്സിന് എന്ത് സന്തോഷമാണെന്നറിയോ? മനസ്സിന് വല്ലാത്തൊരു തണുപ്പ് കിട്ടിയതുപോലെ. ഇപ്പം എന്തായാലും മോള് നന്ദനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, അത് മോളുടെ ഉത്തരവാദിത്തമെന്ന് പറയുമ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അത് നന്നായി, എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞിട്ട് ഇപ്പം ആ ഭാരവും കൂടെ കൂടി ദേവികയുടെ തലയിലേക്ക് കെട്ടിവെച്ച് കൊടുക്കാനാണ് പ്രഭയെ നീ നോക്കണേന്ന് ചോദിക്കുമ്പോൾ, നന്ദൻ അറിയാതെ അങ്ങൊന്ന് സംഭവിച്ചു പോയി, അതിന് നന്ദൻ ശിക്ഷ ഏറ്റുവാങ്ങാനും തയ്യാറാണ്, എന്നാലും മകനെ ജയിലിലേക്ക് വിട്ടിട്ട് ഞാൻ എങ്ങനെ ജീവിക്കും ചന്ദ്രമതി? മീരമോള് മരിച്ചപ്പം ഞങ്ങളെല്ലാവരും ചന്ദ്രമതിയെ ആശ്വസിപ്പിച്ചു, മീരമോള് മരിച്ചതല്ലേ, അത് ദൈവനിശ്ചയാന്ന് പറഞ്ഞ്. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അന്ന് ചന്ദ്രമതി അനുഭവിച്ച വേദന എന്താന്ന്. എന്തായാലും പ്രഭ നീ സമാധാനമായിട്ടിരിക്കുക, ഋഷിയുടെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും തീരുമാനം ഉണ്ടാകാം, പിന്നെ എന്ത് സംഭവിച്ചാലും ഞാൻ നിൻ്റെ കൂടെ തന്നെയുണ്ട്, നീ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയല്ലേ. എന്തായാലും ഞാൻ നന്ദനെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഈ ചന്ദ്രമതി ആണെങ്കിൽ നന്ദനെ കാണാനായിട്ട് പോകുമ്പം ദേവികയെ വിളിക്കുന്നുണ്ട്, മോള് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം, ഇല്ല ആൻറ്റി പോയി കണ്ടിട്ട് വന്നും പറഞ്ഞ് ചന്ദ്രമതി അങ്ങോട്ട് പോകുന്നുണ്ട്. ചന്ദ്രമതി പോയി കഴിഞ്ഞു പ്രഭാവതി ദേവികയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, മോളോട് സംസാരിക്കാനും മോളെ കാണാനൊക്കെ നന്ദൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ, അത് പണ്ടും നന്ദും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാനില്ലാതെ ഒരു ജീവിതം ഇല്ലയെന്നും പറഞ്ഞ് എന്നെ ചേർത്ത് നിർത്തിയ ആളാണ് അമ്മയുടെ മകൻ, എന്നിട്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയെന്ന് പറയുമ്പം, അതല്ല മോളെ, ഇസബെല്ലയും നന്ദനും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല എന്ന് പറയുമ്പം, വേണ്ടമ്മേ, ഇനി നമ്മളുടെ സംസാരം അങ്ങോട്ട് കിടക്കണ്ട, ഞാൻ എന്തായാലും ഇപ്പോൾ വന്നത് അതിനെക്കുറിച്ച് സംസാരിക്കാനൊന്നുമല്ല, ഋഷിയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയാനാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ചന്ദ്രമതി ആണെങ്കിൽ നന്ദൻ്റെ റൂമിലേക്ക് ചെല്ലാണ്. റൂമിൽ ചെന്നതും നന്ദൻ ചന്ദ്രമതിയെ കണ്ടതും, ആൻറ്റി, ഞാൻ ആൻറ്റിയെ ഒന്ന് കാണാനിരിക്കുമായിരുന്നു, അമ്മേനോട് ഞാൻ പറഞ്ഞായിരുന്നു ആൻറ്റിയെ വിളിച്ചൊന്ന് പറയാൻ, ഞാൻ അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ എന്നെ ഇവിടുന്ന് ഇവർ എങ്ങോട്ടും വരണില്ല, ഞാനിപ്പോൾ വീട്ടിൽ തടങ്കലില്ല ആൻറ്റി, അതെന്തിനാ നീ അങ്ങോട്ട് വരണേ, നിനക്ക് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോൺ ചെയ്താൽ പോരെ, ഞാനും ഇങ്ങോട്ട് വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതിനിപ്പോൾ എൻ്റെ ഫോണൊന്നും എൻ്റെ കയ്യിലില്ല ആൻറ്റി എന്ന് പറയണു. ആ സമയത്ത് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, മോൻ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം, എനിക്ക് ആൻറ്റിയോട് മാപ്പ് പറയണമായിരുന്നു, ഞാനന്ന് ആവശ്യമില്ലാതെ ആൻറ്റിയോട് ദേഷ്യപ്പെട്ടു, ആൻറ്റിയെ ഒരുപാട് ആക്ഷേപിക്കുകയൊക്കെ ചെയ്തു, ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ആൻറ്റീനെ കണ്ടായിരുന്നതെന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, അതിന് നീ എന്തിനാ എന്നോട് ക്ഷമ പറയണേ, നീ എന്നെ അമ്മയുടെ സ്ഥാനത്തല്ലേ കണ്ടേക്കണേ, അപ്പം നീ എനിക്ക് മകനല്ലേ, അപ്പോൾ പിന്നെ മക്കൾ തെറ്റ് ചെയ്താൽ അമ്മമാർ ക്ഷമിക്കൂലേ, അതിന് നീ മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ, ആൻറ്റി എന്നോട് പൊറുക്കണമെന്നും പറഞ്ഞ് നന്ദനാണെങ്കിൽ ചന്ദ്രമതിയുടെ കാല് പിടിക്കാനായിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്രമതി അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ദേവിക അവിടെ നിൽക്കണ കാണുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്നോട് മാപ്പ് പറയണതിലല്ല കാര്യം, ദേവികയുടെ അടുത്താണ് എല്ലാം പറഞ്ഞ് നീ തീരുമാനമാക്കണ്ടേന്ന് പറയുമ്പം, ദേവി അതിന് ഞാൻ സംസാരിക്കണമെന്നൊന്ന് കേൾക്കാൻ പോലും നിൽക്കണില്ല ആൻറ്റി, ദേവികയ്ക്ക് എന്നോടിപ്പോൾ ഒട്ടും ഇഷ്ടമല്ല എന്നും പറഞ്ഞ് അവിടെ ഇരുന്ന് ഇങ്ങനെ സങ്കടപ്പെടുമ്പോൾ ഈ ചന്ദ്രമതി പറയുന്നുണ്ട്, അത് നിങ്ങൾ തമ്മിലുള്ള കാര്യമാണ്, എന്തായാലും അത് നിങ്ങൾ തമ്മിൽ തന്നെ പറഞ്ഞു തീർത്തോ, എന്നെ അതിൽ ഇടപെടുത്തണ്ടെന്ന് പറയുമ്പം നന്ദൻ പറയുന്നുണ്ട്, ദേവി ചന്ദ്രോത്തുനിന്ന് പോയതിന് ഞാൻ കുറ്റം പറയില്ല, എൻ്റെ കയ്യിലെ കുഴപ്പം കൊണ്ട് തന്നെയാണ് ദേവി പോയത്, എന്നാലും ദേവി തിരിച്ചു വാ ദേവി, നീ ഇല്ലാതെ എനിക്ക് പറ്റണില്ല, എന്തെങ്കിലും ഒന്ന് പറ ദേവി എന്നൊക്കെ പറയുമ്പം, ഞാനിതെല്ലാം കേൾക്കുന്നുണ്ട് നന്ദു എന്താണെങ്കിലും പറഞ്ഞു എന്ന് പറയുന്ന നേരം നന്ദൻ പറയുന്നുണ്ട്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇസബെല്ലയായിട്ട് എനിക്കൊരു ബന്ധമൊന്നുമില്ല എന്ന് പറയുമ്പം, അതൊക്കെ ഞാനതൊക്കെ വിട്ട് കളഞ്ഞ കാര്യമാണ്, എന്തായാലും ഞാനിപ്പോൾ വന്നത് നന്ദു ഞാനുമായിട്ടുള്ള കുടുംബ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഋഷിയുടെ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഋഷിയുടെ കാര്യത്തിൽ ഇനി എന്താ ചെയ്യാനുള്ളതെന്ന് അറിയണം, എന്നിട്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനെന്ന് പറയുമ്പം ഈ നന്ദൻ പറയുന്നുണ്ട്, ഞാൻ തെറ്റ് ഏറ്റു പറയാൻ തയ്യാറായിട്ട് തന്നെ ഇവിടെ ഇരിക്കണേ, എനിക്കിപ്പോൾ ആ കാര്യത്തിൽ പേടിയൊന്നുമില്ല, എന്ത് സംഭവിച്ചാലും ഞാൻ തെറ്റ് ചെയ്തു പോയി, അതിന് ഞാൻ ശിക്ഷ ഏറ്റുവാങ്ങിക്കോളാം, ദേവി എന്നോട് ക്ഷമിച്ചാൽ മതി, ദേവി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാത്തിനും ധൈര്യമാണെന്ന് പറയുമ്പം, ഇപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ കൂടിയില്ല നന്ദു, എന്തായാലും എൻ്റെ അച്ഛനിപ്പോൾ ആസ്പത്രിയിലാണ്, ശാരിക അമ്മയെ എന്നെ കാണാതെ അവിടെ വിഷമിക്കുന്നുണ്ടാവും, ഞാൻ പോട്ടെ ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയോട് യാത്ര
പറഞ്ഞു പോകുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്രമതി നന്ദനോട് പറയുന്നുണ്ട്, പ്രഭ എന്നോട് നിന്നെ സമാധാനിപ്പിക്കാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്, എനിക്ക് നിന്നെ സമാധാനിപ്പിക്കാനും പറ്റിയില്ല, എന്തായാലും ഞാൻ പോട്ടേടാന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയും പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതി ഇങ്ങനെ താഴെ നിൽക്കുന്ന സമയത്ത് ദേവിക താഴോട്ട് ഇറങ്ങി ചെന്നതും മോളും നന്ദുവിനോട് സംസാരിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എന്ത് സംസാരിക്കാനാ അമ്മേ, അല്ല മോള് സംസാരിക്കുകയാണെങ്കിൽ അവനക്കതൊരു ആശ്വാസമാകും എന്ന് പറയുമ്പം, അതൊക്കെ കഴിഞ്ഞു പോയ അമ്മേ, ഇനിയിപ്പോൾ എന്തായാലും എന്നിൽ നിന്ന് അതൊന്നും അമ്മ പ്രതീക്ഷിക്കേണ്ട, എൻ്റെ മനസ്സിൽ അതൊന്നുമില്ല, പിന്നെ ഞാനൊരു MLA ആയതുകൊണ്ട് എല്ലാവരോടും ഒരേപോലെ പെരുമാറാനൊക്കെ എനിക്ക് പറ്റും, എന്തായാലും ഞാൻ പോട്ടെ, അച്ഛനവിടെ ഒറ്റയ്ക്കാം, ഷാരിയും അമ്മയും എന്നെ കണ്ടില്ലെങ്കിൽ അന്വേഷിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഈ പ്രഭാവതിയോടും ചന്ദ്രമതിയോടും യാത്ര പറഞ്ഞു പോകുന്നുണ്ട്. പിന്നീട് ഈ ദേവിക പോയി കഴിഞ്ഞതും പ്രഭാവതിയാണെങ്കിൽ ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും നമുക്ക് നന്ദനെ രക്ഷിക്കണം ചന്ദ്രമതി എന്ന് പറയുമ്പോൾ, അതൊക്കെ നമുക്ക് രക്ഷിച്ചെടുക്കാം, എന്തായാലും ദേവികയുടെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, അതിൽ ഞാൻ ഇടപെടില്ല, അത് ദേവികയുടെയും നന്ദൻ്റെയും ജീവിതം, അതിൽ തീരുമാനം എടുക്കേണ്ടതും അവർ മാത്രം, അല്ലാതെ നമുക്ക് അവരിലേക്ക് തീരുമാനങ്ങളൊന്നും അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല, ദേവികയുടെ അനുഭവമൊക്കെ അങ്ങനെയല്ലായിരുന്നു, അതുകൊണ്ട് പ്രഭ എന്നെ അതിലേക്ക് വലിച്ചിടരുതെന്ന്. പിന്നീട് പ്രഭാവതി വീണ്ടും സങ്കടപ്പെട്ട് ഓരോന്ന് പറയാൻ തുടങ്ങുമ്പം ഈ ചന്ദ്രമതി വിഷയം മാറ്റാനായിട്ട് എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണമെന്നും പറഞ്ഞ് ചന്ദ്രമതിയെ ചായ ഉണ്ടാക്കാനായിട്ട് വിടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കെവിനാണെങ്കിൽ അരുന്ധതിയുടെ വീട്ടിൽ വരാണ്. അരുന്ധതി ഡോറ് തുറന്നതും കെവിനാന്ന് കണ്ടപ്പോൾ അരുന്ധതിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ലെങ്കിലും അരുന്ധതി കെവിനെ വീടിനകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. കെവിനകത്ത് കയറിയതും അരുന്ധതി വേഗം തന്നെ ഡോറടിച്ച് കുറ്റിയിടുന്നുണ്ട്. എന്നിട്ട് എന്താ കെവിൻ എന്ന് ചോദിക്കുമ്പോൾ, അത് ആൻറ്റി ഋഷി ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കണം. അന്നേരം ഋഷി ഉണ്ടെന്ന് പറയുന്നു. ഈ സമയം ഋഷിയാണെങ്കിൽ വണ്ടിയുടെ ഒച്ച കേട്ടിട്ട് ആരാന്ന് നോക്കാനായിട്ട് വരുന്ന സമയത്ത് കെവിനാന്ന് കണ്ടിട്ട് വേഗം താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആ കെവിനായിരുന്നോ, ഞാൻ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ ആരാന്ന് വിചാരിച്ചു, എന്താ കെവിൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, കുറച്ച് പ്രശ്നമുണ്ട്, എന്താ ഇപ്പോൾ പുതിയ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, നന്ദൻ എല്ലാ സത്യങ്ങളും ദേവികയോട് തുറന്നു പറഞ്ഞു. എന്ത് സത്യം തുറന്നു പറഞ്ഞ കാര്യമാണ് പറയണമെന്ന് അരുന്ധതി ചോദിക്കുമ്പം, അന്ന് ദേവികയുടെ അച്ഛന് അപകടം പറ്റിയ ആസ്പത്രിയിലായിരുന്നല്ലോ, ആ ദേഷ്യത്തിന് ദേവിക നന്ദനോട് വഴക്കുണ്ടാക്കാൻ വന്നു. അപ്പോൾ ആ വഴക്കിനിടയ്ക്ക് നന്ദൻ എല്ലാ കാര്യങ്ങളും ദേവികയോട് തുറന്നു പറഞ്ഞു. ദേവികയോട് മാത്രമല്ല നന്ദൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും നന്ദൻ സത്യങ്ങളൊക്കെ പറഞ്ഞു. അന്നേരം അരുന്ധതി ചോദിക്കുന്നുണ്ട്, എന്ത് സത്യം പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, ഋഷിയെ കൊന്ന കാര്യം അവൻ തുറന്നു പറഞ്ഞു, ഇനി നമുക്ക് നന്ദനെ ഒന്നും പറഞ്ഞ് പേടിപ്പിക്കാൻ പറ്റില്ല. അന്നേരം ഋഷി പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, എന്തായാലും ദേവിക ഇതോടുകൂടി അവനെ ഉപേക്ഷിച്ച് പോകുമല്ലോ എന്ന് പറയുമ്പോൾ അരുന്ധതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് മണ്ടത്തരാ പറയണത്, ഇതിപ്പോൾ എന്തായാലും ദേവിക കേസാക്കും, കേസായി കഴിഞ്ഞാൽ പോലീസ് അന്വേഷണം വരും, നാടിളക്കിയുള്ള അന്വേഷണം വരും, നീ മരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ നന്ദനെ പിടിച്ച് ജയിലിൽ കൊണ്ടുവന്നിടുകയൊന്നുമില്ല, അതിന് വേണ്ട തെളിവുകളും കാര്യങ്ങളും വേണം, എന്തായാലും നന്ദനേക്കാളും കൂടുതലായിട്ട് ഇതിൽ പെടാൻ പോണത് നിങ്ങൾ തന്നെയാണ്, മരിക്കാത്ത ഒരാൾ മരിച്ചു എന്നും പറഞ്ഞാണ് നിങ്ങൾ നന്ദനെ ഇത്രയും നാളും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത്, ഇനി സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് തന്നെ പാരയാവണ കാര്യങ്ങളാന്ന് പറയുമ്പോൾ കെവിൻ പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്, ആൻറ്റി പറഞ്ഞതുപോലെയൊക്കെ കാര്യങ്ങൾ വന്നേന്നാണ് തോന്നണേ, എന്തായാലും നന്ദൻ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ദേവിക കേസുമായിട്ട് മുന്നോട്ട് പോയാൽ നമുക്ക് തന്നെ അത് പാരയാവും ഋഷി, നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പം, എന്തായാലും നന്ദൻ ഇതിൻ്റെ പേരിൽ ജയിലിൽ പോകുമല്ലോ, ഒരു കൊലയാളിയുടെ കൂടെ ജീവിക്കാനൊന്നും ദേവിക തയ്യാറാവില്ല എന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട്, നന്ദൻ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ദേവികയ്ക്ക് ചിലപ്പോൾ നന്ദനോട് സ്നേഹം തോന്നിയാലോ, അങ്ങനെയാകുമ്പം ദേവിക നന്ദൻ്റെ കൂടെ തന്നെ നിൽക്കുകയല്ലേ ഉള്ളൂ, ഇതിലിപ്പോൾ പെടാൻ പോകുന്നത് നിങ്ങൾ തന്നെയാണ്, ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ഋഷിക്കായിരിക്കും ഋഷി, അതുകൊണ്ട് ഞാൻ പറയാം എല്ലാം നമുക്കിവിടെ അവസാനിപ്പിക്കാം, ഞാൻ സത്യങ്ങളെല്ലാം ദേവികയോടും പ്രഭാവതിയോടും തുറന്നു പറയാം, നീ മരിച്ചിട്ടില്ല ജീവിച്ചിരിക്കേണ്ടെന്നുള്ള സത്യം അവരെ അറിയിക്കാം എന്ന് പറയുമ്പം കെവിനും പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ആൻറ്റി പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ വരുന്നതെന്നാണ് എനിക്ക് തോന്നണം ഋഷി, എന്തായാലും സത്യങ്ങൾ തുറന്നു പറഞ്ഞ് പ്രശ്നം അവസാനിപ്പിക്കണേ ആയിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ ഋഷി അതിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. അന്നേരം അരുന്ധതി പറയുന്നുണ്ട്, അത് അവരങ്ങനെ പ്രശ്നമൊന്നും ആക്കൂല, അവരോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, അവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും, എന്തായാലും ഇന്ന് തന്നെ ഞാൻ അവരെ ഒന്ന് കണ്ട് സംസാരിക്കാം, എന്ത് വേണമെന്ന് എനിക്കറിയാം, നിങ്ങളിനി ഒന്നിനും പോകണ്ട, കാര്യങ്ങളെല്ലാം വേണ്ടതുപോലെ ഞാൻ കൈകാര്യം ചെയ്തോളാം. അന്നേരം ഋഷി പറയുന്നുണ്ട്, അമ്മ അവരോട് ഇതെല്ലാം തുറന്ന് സംസാരിക്കാൻ പോയാൽ ശരിക്കും ഞാൻ മരിക്കുന്നു. അന്നേരം ഈ അരുന്ധതിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ അരുന്ധതി നോക്കണ സമയത്ത് ഋഷി പറയുന്നുണ്ട്, ഈ നന്ദൻ കൊലപാതകയല്ലാന്ന് തെളിയിക്കാനല്ലേ അമ്മ പോണത്, അതിന് ഞാൻ ഇന്ന് തന്നെ ആത്മഹത്യ ചെയ്ത് ഞാൻ ഈ ലോകത്തില്ലാന്ന് തെളിയിക്കുമെന്ന്. അത് കേട്ടതും അരുന്ധതിയാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് കെവിനും അതേ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഋഷി പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് അരുന്ധതിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അരുന്ധതി ആകെ പെട്ട അവസ്ഥയിൽ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ സംഗതി ഋഷിക്കൊക്കെ എതിരായിട്ട് തന്നെയാണ് വരാൻ പോകുന്നത്. ദേവിക കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അതിൽ അന്വേഷണം വരും, ഋഷി മരിച്ചിട്ടില്ല എന്നുള്ളത് തെളിയുകയും ചെയ്യും. ഇനി വരുന്ന
എപ്പിസോഡുകളിൽ ഋഷി മരിച്ചിട്ടില്ല എന്നും ഈ കെവിനും ഇസബെല്ലയും ഋഷിയും കൂടി നന്ദനെ ഇത്രയും നാളും ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരുന്നത് വെറുതെ ആയിരുന്നു എന്നുള്ളതും എല്ലാവരും തിരിച്ചറിയുന്ന എപ്പിസോഡുകൾ തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.